ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളൊന്ന് അടിമുടി മാറാൻ പോവുകയാണ്. അതായത് നമ്മൾ താടിയും മുടിയൊക്കെ ഫുള്ള് വെട്ടി ഫുള്ള് ലുക്കാകാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരാളെ കാണിച്ചു. നമ്മളെ പുതിയ വീടാണിത്. ഇതാണ് എൻ്റെ പെറ്റ് ടോമി. ഗൈസ് ഇതാണ് ടോമി ഇതാന്ന് കിടക്കണുണ്ടോ. അപ്പോൾ നമുക്ക് തന്നെ തിരിച്ചു പോവാം. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. ഇവിടെ നമ്മളെ സിറ്റികളിലാണ് പുതിയൊരു ഷോപ്പ് തുറന്നത്. അവിടെയാണ് നമുക്ക് പോവേണ്ടത്. കുറേ ലോങ് യാത്ര ചെയ്യണത്. നമുക്ക് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം. നമ്മളിന്ന് കേരളത്തിനാണ് പോകുന്നത്. ഇതങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിന് എടുത്ത്. പിന്നെ ഇത് അവിടെ സൈഡിൽ വെറുതെ കിടക്കണതുകൊണ്ടാണ് പിന്നെ എടുത്തത്. പിന്നെ ഈ ഇടയ്ക്കാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. പണിയൊക്കെ കയറ്റിയിരുന്നു. പിന്നെ അലോയൊക്കെ മാറ്റാൻ കയറ്റിയിരുന്നു വണ്ടി. അലോയൊക്കെ മാറ്റി വണ്ടിയുടെ റൂഫ് ബോക്സൊക്കെ മാറ്റി. ഇത് ഷട്ടർ നടക്കട്ടെ. അടയണില്ല. അടഞ്ഞ് ഇനി ഞങ്ങൾക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. വണ്ടിയുടെ റൂഫ് ബോക്സ് നമ്മളൊന്ന് വൈറ്റ് ആക്കി. പക്ഷേ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി ബ്ലാക്കും റൂഫ് ബോക്സ് വൈറ്റും. അത് കിടിലായി. അതാണ് പിന്നെ ഞാൻ ഇതടിച്ച ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഞങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പോയി. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ. ചെറിയൊരു ഏതാണ്ടൊരു കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിയോട് ഒത്തിരി ടാസ്ക്കാണ്. അതുകൊണ്ട് വണ്ടി കൊണ്ടുപോകാനും ഭയങ്കര പാടാണ് ഈ വഴിയൊക്കെ. നമുക്ക് നേരെ അങ്ങ് പോവാം. നേരെ ഇനി അവിടെ പെട്ടെന്ന് എത്തണം. ഇവിടെ തിരിച്ചെത്തുന്ന തന്നെ രാത്രി ആവുമായിരിക്കും മിക്കവാറും. അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ പോവാം. ഇപ്പോൾ സമയം കുറച്ച് ലേറ്റൊന്നും ആയില്ല. പെട്ടെന്ന് പോവാം. എല്ലാം ഫാസ്റ്റായിട്ട് നടക്കട്ടെ. നമുക്ക് എന്തായാലും നേരെ ഇനി അങ്ങോട്ട് പോവാം. ഇനി പോണ വഴിയിലെല്ലാം കാണാം. ഇതൊക്കെ പോണതിന് മുമ്പ് ഞാൻ ഒന്നും കഴിച്ചില്ല വീട്ടിൽ നിന്ന്. അങ്ങനെ എന്തായാലും ഞാൻ ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ നമ്മളവിടെ പുതിയൊരു ഷോപ്പ് ഓപ്പണായി. അത് മറ്റേ ഡോൺ ഷോപ്പേ. അങ്ങനെ അത് ഓപ്പണായി. ഇനി അങ്ങോട്ട് നമുക്ക് പോവാം. നമ്മളിവിടെ തന്നെ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ. റൂമല്ല, വീടിൻ്റെ അടുത്ത് തന്നെ. ജസ്റ്റ് അപ്പുറത്ത് ഒരു ജംഗ്ഷനാണ്. എൻ്റെ അടുത്ത് തന്നെ ഗൈസ്. ഇവിടെ ഫയർ സ്റ്റേഷൻ്റെ അടുത്താണ്. ഫയർ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് വളച്ച് കയറ്റാൻ വേണ്ടി. വണ്ടി വളയ്ക്കണമെന്ന് വെച്ചാൽ ചെറിയ വഴിയൊന്നും വളഞ്ഞു വരില്ല. അതാണ് ഞാൻ അങ്ങനെ ഈ വണ്ടി എടുക്കാതെ ഇട്ടിരുന്നത്. എന്തായാലും ഇവിടെ പാർക്കിലോട്ട് കയറ്റി നമുക്ക് പോയി കഴിക്കാം. അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയും കൂടെയാണ്. പിന്നെ കൂട്ടുകാർ ഇവിടെ ഉണ്ടാ എന്തോ അവ ഇല്ലെന്നാണ് തോന്നുന്നത്. വണ്ടി ഇവിടെ ഇല്ല അവൻ്റെ. നമുക്കെന്തായാലും നേരെ അകത്തോട്ട് പോവാം. നമ്മൾ വണ്ടി ഇറങ്ങി നേരെ പോവാം. നമ്മൾ ഇപ്പോൾ കാണാൻ ലുക്കൊന്നും അല്ല നിങ്ങൾ ഇനി കാണാൻ പോണത്. ഇനി കാണാൻ പോകുന്നത് നല്ല കിടില ലുക്കാണ്. ഫുൾ നമ്മൾ ലുക്ക് മാറും. അതായത് ഡ്രസ്സ് സഹിതം മാറും. നമ്മൾ ഫുള്ള് കിടുത ലുക്കാവും. നമുക്ക് നേരെ ഞാൻ അകത്തോട്ട് പോകാൻ ഉണ്ടാകുന്നോ ഗൈസ്. അപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ അവ ഇല്ല കേട്ടോ. ഇത് വെയിറ്ററാണ്. പക്ഷെ ഇത് അവനെപ്പോലെ ഇരിക്കണം. അവൻ്റെ അനിയനാണെന്ന് തോന്നുന്നത്. അവിടെ ക്ലീൻ ചെയ്യണം. അവൻ്റെ അനിയനാണോ? അല്ല. ഒരാളെപ്പോലെ 9 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൽ ഒരാളായിരിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ടാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് തരാമേ. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വെളിയിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരെ ഇനി നമ്മൾ സിറ്റികളിലോട്ട് പോവാം. ഇനി കുറച്ച് സമയം എടുക്കും ഇനി അങ്ങ് എത്താൻ. ഫുഡ് കഴിച്ച് വയറൊക്കെ വീത്ത്. ഇപ്പോഴാണൊന്ന് എനർജി ആയത്. നേരത്തെ ഒരുമാതിരി മയങ്ങിയാണ് നടന്നത്. നമ്മൾ വണ്ടീനെ ഒന്നുകൂടെ കാണിക്കുക. നമ്മൾ അലോയൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഭയങ്കര ലുക്കായി. ഞാൻ അലോയ കുറേ നേരം തിരഞ്ഞിട്ടാണ് ഈ അലോയ കിട്ടിയത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നേരെ വിടാം. ഇനി ഇവിടത്തെ എങ്ങനെ വളയ്ക്കണം എന്തോ ഇങ്ങനെ വളയ്ക്കാനുള്ള സ്പേസില്ല. നമ്മൾ അങ്ങ് തിരിഞ്ഞു വരണം. തട്ടി ഗായ്സ് ബാക്ക് തട്ടി. ഇനി എന്തായാലും വണ്ടി ശരിയാക്കാൻ കയറ്റണം. ഫ്രണ്ടും തട്ടി കേട്ടോ. വണ്ടി ഇത് ഫ്രണ്ട് നല്ലോണം ഭയങ്കര വീതി ഉള്ളതുകൊണ്ട് പിന്നെ ഫ്രണ്ട് നല്ലോണം കാണത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ബാക്കും ഫ്രണ്ടൊക്കെ തട്ടിയത്. പിന്നെ നേരെ ഇനി പോവാം. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ ഇനി അവിടെ ഇനി ഒരുപാട് വീടല്ലോ ഭയങ്കര ലോങ് ആയിപ്പോൾ. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എവിടെയാണ്? നമ്മളിവിടെ ഇനി സിറ്റി ടൂറിൻ്റെ അവിടെ പോകുന്ന വഴിയുടെ എവിടെയാണ്. അപ്പം നമ്മൾ അതുവഴി നേരെ ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് ഇവിടെ മറ്റേ സ്റ്റാച്ചു ഇല്ലേ, മറ്റൊരു കുതിരേര, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ പുതിയ ഷോപ്പ് വന്നു. ഭയങ്കര ലക്ഷറി എന്നാണ് പറഞ്ഞത്. പൈസ മിക്കാറും നല്ലോണം പൊട്ടും കേട്ടോ. അതുകൊണ്ട് ഗൈസ് നമ്മൾ നേരെ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് ഗൈസ്. ഞാൻ അങ്ങോട്ട് കയറാം. വണ്ടി ആ സൈഡിലോട്ട് എങ്ങാനും കയറ്റിയിടാം. അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടിടാം. പിന്നെ വണ്ടി എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറ്റി പാർക്ക് ചെയ്യാം. വലിയ വണ്ടിയാണ് പിന്നെ ഭയങ്കര പാടക തന്നെ. ഇത് കുറേ നേരം ഞാൻ വലിയ വണ്ടി എന്ന് പറയുന്നത്. വണ്ടിയെ കയറ്റി നമുക്കിനി ഇറങ്ങാം വണ്ടിയിൽ നിന്ന്. സ്റ്റിയറിങ്ങൊക്കെ നേരെ ആക്കണമല്ലോ. സ്റ്റിയറിങ് നേരെ ആക്കാം. നമുക്ക് ഇറങ്ങാം. സ്റ്റിയറിങ്ങൊക്കെ ഇനി അങ്ങനെ ഇരിക്കട്ടെ.
അപ്പോൾ നമുക്കിനി നേരെയാണ് നിൽക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം ഗൈസ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ആളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കും. ഇനി നമ്മൾ വെട്ടി തന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ മുടിയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ ലുക്ക് കാണിക്കണം. ഞാൻ വണ്ടി എടുത്തില്ല കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് നല്ല കിടില ലുക്കായി. നമുക്ക് വെളി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കാത്ത ഗൈസ്. ഇതാണ് എൻ്റെ ഫേസ് കണ്ട ഗൈസ്. എന്തൊക്കെ ചേഞ്ച് ഉണ്ട് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം എന്തൊക്കെ ചേഞ്ചാണ് വന്നതെന്ന്. ഞാൻ ഇപ്പോൾ എക്സ്ട്രാ ഒരു ഗ്ലാസും കൂടെ വാങ്ങിച്ചല്ല, വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് നേരെ ഡ്രസ്സ് വാങ്ങാൻ പോകണം. അടുത്തന്നെ ഡ്രസ്സ് വാങ്ങണം. ഡ്രസ്സ് കുറേ ദിവസം കൊണ്ട് ഇത് തന്നെ ഇട്ടുകൊണ്ട് നടക്കണം. ഈ മോഡലൊന്ന് മാറ്റി പിടിക്കണം, കുറച്ചുകൂടെ കിടിലെ മോഡലാക്കണം. നമുക്ക് ഡ്രസ്സ് ഷോപ്പിലോട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഡ്രസ്സ് ഷോപ്പ്. വണ്ടീനെ അങ്ങോട്ട് എടുക്കാം. ഡ്രസ്സ് ഷോപ്പ് നമ്മളെ തൊട്ട് ബാക്കില്ല, മറ്റേ മാള് പോലെ ഇരിക്കണം. അതായത് ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ട് തന്നെ. നമുക്കിനി ഇവിടുന്ന് വണ്ടി വളച്ച് നേരെ ഇനി അങ്ങോട്ട് പോവാം. പൈസ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് കാണണില്ല, കൊക്കക്കോള എന്നൊക്കെ അവിടെയാണ് നമ്മളെ ഡ്രസ്സ് ഷോപ്പ്. ഇനി വണ്ടി അങ്ങോട്ട് മുകളിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് കയറ്റിയിടാം. അങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് ഇനി വരാം. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാം. നേരെ ഇനി അകത്തോട്ട് വണ്ടി കയറ്റണം. ഇപ്പോൾ ഭയങ്കര പാടാണ് കേസ്. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതൊക്കെ ആവാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ മാറ്റാം. എനിക്ക് നല്ല കിടയിൽ നിൽക്കാം. ഈ ഡ്രസ്സ് നമ്മളൊക്കെ അല്ലാതെ കൊണ്ടുവരാം. അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. അതിന് ഓർഡർ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഉരുണ്ട് പോകണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. നേരെ താഴോട്ടുണ്ട്. കുറച്ച് ദൂരം ഓടണമല്ലോ. നിങ്ങൾ ഗൈസ് രാവിലെ തന്നെ എക്സസൈസ് ആവും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ താഴോട്ടിറങ്ങി. വെയിലൊക്കെ വന്നല്ലോ, നല്ല വെയിലുണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ് ഷോപ്പ്. അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ട ഗൈസ് നമ്മളൊരു കിടിലം ക്ലാസ്സി ലുക്കിലായി. അതായത് നമ്മൾ ഒരു ജാക്കറ്റ് മോഡൽ ഡ്രസ്സായിട്ട് അത് പിന്നെ ഒരു ബ്ലാക്ക് ബാഗി ആക്കി. പിന്നെ ബാക്കിൽ നമ്മൾ ബാഗ് ഒരെണ്ണം ഉണ്ടല്ലോ, പിന്നെ അത് പിന്നെ കുഴപ്പമില്ല, ഫുള്ള് പിന്നെ സെറ്റായി. പിന്നെ ഷൂ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത്. പിന്നെ ഇപ്പോഴാണ് ലുക്ക് ആയെന്നാണ് തോന്നണം എനിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാൻ പോവാം. വണ്ടി അവിടെ കിടക്കുകയാണ്. കുറേ നേരമായി ഞാൻ ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനൊന്നും ചെയ്തില്ല. പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൈസ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് നേരെ വിടാം വീട്ടിലോട്ട്. നമുക്ക് വണ്ടി കയറാം. വണ്ടി കുറേ നേരം ഇവിടെ തണുത്ത് ഇങ്ങനെ ആയി കിടക്കുകയാണ് കേട്ടോ. അല്ല ഇപ്പോൾ വെയിലെടുത്ത് ചൂടായി തോന്നുന്നു വണ്ടി. രണ്ട് ഭാഗമൊക്കെ ചൂടായി കേട്ടോ. വണ്ടി ഫുള്ള് ഇതായിപ്പോയി. അപ്പോൾ നമുക്ക് അങ്ങനെ വണ്ടിയൊക്കെ താഴെ ഇറക്കാം. വണ്ടിയൊക്കെ താഴെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ഒക്കെ കാണുന്നവരേക്ക് ബായ്.